ഈ വീട് ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. ഇത് വീടിൻ്റെ പുറം വശം. ഇവിടെ ഏകദേശം ഒരു 2 കാറോളം നമുക്ക് പാർക്ക് ചെയ്യാം. വലിയ 2 കാറോളം നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് മൊത്തം 2500 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മൊത്തം. 6.5 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ്. ഇതിനകത്ത് മരങ്ങളെല്ലാം ഉപയോഗിച്ചേക്കുന്നത് ഫർണിച്ചറെല്ലാം ഈട്ടിയും പിന്നെ തേക്ക് പോലുള്ള വില കൂടിയ മരങ്ങളിട്ടാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. ഇത് കിച്ചൻ്റെ കബോർഡ് വർക്ക് ആയാലും ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായ ടൈലിട്ടിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പൈപ്പായാലും മറ്റ് കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു വർക്ക് ഏരിയയിൽ തന്നെ നമുക്ക് ഒരു 10 അടി നീളമുള്ള, അങ്ങോട്ട് ദൂരോട്ട് 10 അടി നീളമുള്ള ഒരു 10 അടി നീളവും ഒരു 6 അടി വീതിയുള്ള ഒരു വലിയ സ്റ്റോർ ചെയ്യാൻ, നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും കൂടി ഈ വർക്ക് ഏരിയയിലുണ്ട്. നമുക്ക് ഇത് ഇവിടെ ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ ബാക്ക് വശത്തേക്ക് ഇറങ്ങണം. ബാക്ക് വശത്ത് ഇങ്ങനെയാണ് സ്ഥലങ്ങൾ. ഇപ്പോൾ വേസ്റ്റൊക്കെ, ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ആയാലും മറ്റ് വേസ്റ്റ് ആയാലും ഇടാനുള്ള 2 റിങ് കാര്യങ്ങൾ ഈ വീടിന് പുറകെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ടാറിട്ട റോഡ്, അവിടെ നിന്നൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വശത്തൊക്കെ ഈ വലിയ ബാങ്കിലെ ഉദ്യോഗസ്ഥരും വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരവിടെ താമസിക്കുന്നത്. വാട്ടറാണെങ്കിൽ നമുക്ക് എപ്പോഴും 24 മണിക്കൂറും നമുക്ക് എന്നും വെള്ളമുള്ളൊരു സ്ഥലമാണ്. 2000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ അനുഭവിച്ചിട്ടില്ല. പിന്നെ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇൻവെർട്ടർ ഉണ്ട്. നമ്മൾ നേരെ ബെഡ്റൂം, ഇത് ഫസ്റ്റ് താഴത്തെ നിലയിലെ ബെഡ്റൂമാണ്. അത് അറ്റാച്ച്ഡാണ്. പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞ നേരെ ഒരു ഡ്രസ്സിങ് റൂം. ബാത്റൂമായാലും നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടൈലിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. ഇപ്പോഴത്തെ ടൈലായാലും ക്ലോസറ്റുകളായാലും മറ്റ് പൈപ്പുകളെല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തേക്കിൻ്റെ കട്ടിലും ഒക്കെയാണ് എല്ലാം. ഇവിടെ നമ്മൾ നേരെ മേളിലേക്ക് പോകണം. മേളിൽ 3 ബെഡ്റൂമാണ് വന്നത്. ഇത് ഈ കൈവരിയൊക്കെ ശരിക്കും ഈട്ടിയുടെ തടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. ഈട്ടിയുടെ തടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പഴകിയാലും നല്ല ഇതായിട്ട് ഇരിക്കും. ചെതലയോ മറ്റ് കയറില്ല ഇവിടെ. മാത്രമല്ല ചെതലിൻ്റെ ഇത് ചെയ്യാനായിട്ടേ നമുക്ക് ഇച്ചിരി ചെതലൊക്കെ വന്നാലും അത് ഇല്ലാതിരിക്കാനുള്ള മരുന്ന് നമ്മളിതിന് കൂടെ ചെയ്തിട്ടുണ്ടായി. മൊത്തം ഫർണിച്ചറുമേ ജനലുമ്മയും വാതിലുമ്മയും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചെതൽ വരാതിരിക്കാനുള്ള മരുന്നും ഇവിടെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 20 വർഷമാണ് അവരതിന് നമുക്ക് ഗ്യാരണ്ടി തന്നേക്കുന്നത്. ഇത് മേളിലെ 1ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമും നമ്മൾ ലേറ്റസ്റ്റ് ടൈലിട്ടാണ് ചെയ്തേക്കണേ. ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂം. ഇതൊരു വലിയ പാസേജാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത 2 ബെഡ്റൂമിലേക്കും പോണത്. ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡാണ് ബാത്റൂം.
നേരെ അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ 2 ബാൽക്കണിയാണ് ഇവിടെ. വലത്തോട്ടൊരു വലിയ ഒരു ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ടെറസാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് മുകളിലത്തെ സ്റ്റെപ്പ്, ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേളിച്ചല്ല ഇതിലിപ്പോൾ ഇല്ല. ഇവിടെയാണ് വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നത്. മുകളിലായാലും നമുക്ക് അടുത്തൊരു നില പണിയണമെന്നുണ്ടെങ്കിൽ അത് പണിയാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. ഇതാണ് പുറകുവശം. ഇവിടെ എല്ലാവരും തന്നെ ഹൈ ടീമുകളാണ് താമസിക്കുന്നത്, വലിയ ഉദ്യോഗസ്ഥരും ജോലിക്കാരുമൊക്കെ. ഇവിടെ നേരെ നമ്മൾ അടുത്ത ബാൽക്കണി ഓപ്പൺ ടെറസിലേക്ക് പോവുകയാണ്. ഇവിടെ മൊത്തം ഈ പറമ്പിൽ നമ്മുടെ കൂടാതെ 3 വീടാണ്. ഇതൊരു സാറിൻ്റെ വീട്, ഇത് മറ്റൊരു സാറിൻ്റെ, ഇത് വേറെ സാറിൻ്റെ വീട്. ഇതാണ് മോളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നമുക്കിപ്പോൾ ബാൽക്കണിയിൽ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുക, കസേരയിട്ട് ഇവിടെ ഇരിക്കുക. നല്ല കാറ്റ് കിട്ടും നമുക്ക് ഇവിടെ നിന്ന്. അത് മഴക്കാലത്തായാലും ശരി വേനലായാലും നല്ല കാറ്റ്. ഇപ്പം തന്നെ നല്ലൊരു കാറ്റാണ്, നല്ല ക്ലൈമറ്റാണ് ഇവിടുത്തെ. ഈ ഒരു സൈലൻ്റായ ഏരിയയാണ്. വേറെ ഒച്ചപ്പാടോ ബഹളുകളോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഏരിയയാണ്. നമ്മൾ വീണ്ടും താഴേക്ക് പോകുന്നു. നമ്മൾ താഴേക്ക് ഇറങ്ങി നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വഴി വന്നത് 15 അടിയോളം വീതിയുള്ള ഒരു വലിയ വഴിയാണ് നമുക്കിവിടെ ഉള്ളത്. വലിയ കാറുകൾ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയ വഴി. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ വഴി നമ്മുടെ റോട്ടിലേക്കുള്ള മെയിൻ റോട്ടിലേക്കുള്ള വഴി. ആണ് മെയിൻ റോഡ്. ഈ റോഡ് കിഴക്കേ കടുങ്ങല്ലൂർ എന്ന് പറയും. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ. ഇവിടെ നിന്ന് 2 മിനിറ്റ് ജംഗ്ഷനിലേക്ക് നടക്കാനുള്ളൂ. ഈ കാണുന്ന കിഴക്കേ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഇതാണത്. 2 മിനിറ്റേ നടക്കാനുള്ളൂ നമുക്ക്. ഈ ജംഗ്ഷനിൽ ഒരുപാട് വലിയ ബേക്കറികൾ, പിന്നെ മാർജിൻ ഫ്രീ, ഇപ്പോൾ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഒക്കെ മേടിക്കാൻ പറ്റിയ വലിയൊരു ജംഗ്ഷനാണ് അത്. അവിടെ സ്കൂളുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് 2 കിലോമീറ്റർ, ഒരു 5 മിനിറ്റ് മതി രാജഗിരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകാനും മറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട്. പിന്നെ മെട്രോ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഇവിടെ നിന്നൊരു 5-10 മിനിറ്റ് മതി ഇവിടുന്ന് പോകാനായിട്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, പള്ളിയുണ്ട്. ഇങ്ങോട്ടാണ്, ഇതാണ് യൂസഫ് കോളേജിലേക്ക് പോണ വഴി. യൂസഫ് കോളേജിൽ വലിയ കോളേജുകൾ, അവിടെ സ്കൂളുകൾ എല്ലാം ഈ യൂസഫ് കോളേജിലുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നെടുമ്പാശ്ശേരിക്ക് ഈ റോഡ് വഴിയാണ് എളുപ്പത്തിന് ഏറിയാൽ ഒരു 15 മിനിറ്റേ എടുക്കുള്ളൂ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. വീണ്ടും നമ്മൾ വീട്ടിലേക്കുള്ള ഇവിടുത്തെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ 2018 വെള്ളം മൊത്തം കയറിയപ്പോൾ ഈ പരിസരങ്ങളിലാണ് വെള്ളം കയറാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. കിഴക്കേ കടുങ്ങല്ലൂർ, യൂസഫ് കോളേജ്, ഇപ്പം നമ്മുടെ വീടിരിക്കുന്ന ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടിനൊന്നും യാതൊരുവിധ കേടുപാടുകളോ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് നടത്തിയിരുന്ന ക്യാമ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ പരിസരങ്ങളിലാണ് ക്യാമ്പൊക്കെ ചെയ്തതും അന്ന് മറ്റുള്ളവരുടെ വണ്ടികളും ഒക്കെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതും നമ്മുടെ ഈ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വീട്ടിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കേടുപാടും